ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു 2 ദിവസം മുന്നേ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ദിവസം ആണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് കേർട്ടൻസൊക്കെ നീക്കി ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് രാവിലെ തന്നെ വീട്ടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കുക. ഇങ്ങനെ ചിലപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്ത് നോക്കി കുറച്ച് നേരം ഇരുന്ന് വീട്ടിലെല്ലാവരും സാറ്റർഡേ ആയിരുന്നു ഇത് ഞാൻ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും മെല്ലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ അങ്ങനെ ഒരു സ്ലോ പ്രോസസ്സിലായിരുന്നു. വർക്കിംഗ് ഡേ ഒന്നല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് അച്ഛനൊക്കെ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യായിരുന്നു. ഞാൻ അടുക്കളയിൽ പോയപ്പോൾ നല്ല ചൂട് പുട്ടും കടലക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ടും നല്ല അടിപൊളി കടലക്കറിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ ഇങ്ങനെ കളിയാക്കിയിരുന്നു, നീ എന്നാ ഇന്ന് വീഡിയോ എടുക്കുന്നതെന്നല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏച്ചി ഇങ്ങനെ തമാശ പറയുന്നു, എനിക്ക് 1-2 ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഡേ ഇൻ മൈ ലൈഫല്ല ഇതൊരു ഹോസ്പിറ്റൽ വ്ളോഗ് എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമ്മൾ റെഡിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്കെങ്ങാനായിരുന്നു ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറഞ്ഞ്. ഇപ്പം തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ റെഡിയായി പിന്നെ ഹോസ്പിറ്റലിൽ പോയി. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റൽ ENT ഡോക്ടറെ ആയിരുന്നു കാണിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മുന്നേ 1-2 ആൾക്കാരെങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ പറ്റി. പക്ഷെ അവിടെ ഭയങ്കര പനി, ചുമ അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം പിന്നെ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിലും ഒന്ന് പോയി. അവിടുന്ന് പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല കണ്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാം. കാരണം ഞാൻ പണ്ട് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കും, അയ്യോ എന്ത് നല്ല രസമാണ്, എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ആ വഴി ഞാൻ അധികം അങ്ങനെ പോകാത്ത സമയമായിരുന്നു. അത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വഴിയാണ് നമ്മൾ അധികവും പോകൽ. അപ്പോൾ ഭയങ്കര അന്നത് വിചാരിച്ചത് ഇപ്പോൾ അത് സാധ്യമാവുന്നത്. എപ്പോഴും ആ വഴിയാണ് പോകുന്നത്. വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മമ്മയെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം അങ്ങനെ അമ്മാമ്മേനോട് ഇങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് വീണ്ടും പയ്യന്നൂർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ഈ റോഡിലേക്ക് കൂടി പോകുമ്പം ഇത് ഏഴിലോട് എന്ന് പറയുന്ന സ്ഥലമാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, റോഡ് പണിയൊക്കെ ആയിട്ട് ഭയങ്കര മാറ്റം സംഭവിച്ചൊരു സ്ഥലമായിരുന്നു, പണ്ടത്തെ പോലെയേ അല്ല ഇപ്പോൾ. പിന്നെ വീട്ടിലൊന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. കാരണം വെച്ചാൽ 2:30ക്ക് നമ്മൾ ഒരു സലൂണിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പയ്യന്നൂർ മാഗ്നം മാളിലുള്ള ബോധീസ് സലൂണിലായിരുന്നു നമ്മൾ പോയത്. അവിടെ ഞാൻ ഏകദേശം ഇത് 3-4 പ്രാവശ്യമാണ് ഇപ്പോൾ അവിടെ പോകുന്നത്. അവിടുത്തെ സർവീസൊക്കെ ഭയങ്കര നല്ലതാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്കനുസരിച്ചിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഹെയർ സ്പായും അതുപോലെ തന്നെ ത്രെഡിങ്ങും ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. കണ്ണിന് അതുപോലെ തന്നെ ഹെയർ കട്ട്, ബിയേർഡ് ഷേപ്പിംഗ് അങ്ങനെയായിരുന്നു, അതിനായിരുന്നു പോയത്. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ സാറ്റർഡേ ആണല്ലോ പോയത്. സാറ്റർഡേ സൺഡേക്കൊന്ന് വീക്കെൻഡ്സിലൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം അവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം. നമ്മൾ പോയ സമയത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഹെയർ സ്പാ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഐബ്രോ ത്രെഡിങ് മാത്രം ചെയ്തു. കണ്ണിനും അതുപോലെ ഹെയർ കട്ട് മാത്രം ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തത്. കാരണം തിരിച്ച് വന്നിട്ട് ഇന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള താമരംകുളങ്ങര ഒരു മുത്തപ്പൻ മടപ്പുരയിൽ നമ്മളെ വീട്ടിൽ നിന്നൊരു പ്രാർത്ഥനയായിട്ട് മുത്തപ്പൻ കഴിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന് എന്തായാലും 4:30 ആകുമ്പം എത്തണം എന്ന് എൻ്റെ അച്ഛൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ചീത്ത കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പിന്നെ അധികം നേരം അവിടെ വെറുതെ സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് അവിടുത്തെ ത്രെഡിങ്ങും അതുപോലെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ മുത്തപ്പൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ ബോധീസിലിരിക്കുന്ന സമയം എടുത്ത വീഡിയോ ആയിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ത്രെഡിങ് പെട്ടെന്ന് തീരുമല്ലോ, അപ്പോൾ ഞാൻ കണ്ണിനെ വെറുതെ കാണാൻ വേണ്ടി പോയ സമയമായിരുന്നു. ഇവരെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് റൂംസും ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ഒരുപാട് ആൾക്കാരും ഉണ്ട്, ഭയങ്കര നല്ലതാണ്. പയ്യന്നൂരിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്തു നോക്കാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ കുളിച്ച്, ഇത് മുത്തപ്പൻ്റെ പ്രസാദമാണ് കേട്ടോ. ഇതാണ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. കാരണം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അച്ഛനോട് പറയുന്നു, റെഡിയായി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്
അച്ഛൻ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കണ്ണനും ആൻറ്റിയും കൂടി ഓട്ടോയിൽ അവിടുത്തെ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഏച്ചീൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഏട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ തറവാട് വരുന്നത്. അപ്പോൾ അവിടെയും പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും കൂടി പോയിട്ട് വരാം. അപ്പം വേഗം സന്ധ്യ ആയതുകൊണ്ട് അവിടെ ഓൾറെഡി മുത്തപ്പൻ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് തൊഴുത് തിരിച്ച് നമ്മൾ മുത്തപ്പൻ്റെ മടപ്പുരയിൽ എത്തുമ്പോഴേക്കും അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് ശേഷമുള്ളത് അവിടുത്തെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തതാണ്. അതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അവരെ ഫാമിലി ഉണ്ടായിരുന്നു, ഏട്ടനും അവരെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു.